ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ഡയോഡ്സിനെ കുറിച്ചാണ്. ഫോട്ടോ ഡയോഡും അതോടൊപ്പം തന്നെ വരാക്ടർ ഡയോഡും. വാട്ട് ഈസ് ഫോട്ടോ ഡയോഡ്? എന്താണ് ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്? റിവേഴ്സ് ബയാസ്ഡ് ജംഗ്ഷനിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ പി എൻ ജംഗ്ഷൻ ഡിവൈസ് ആണ് ഈ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പലാണ് ഇത്. സിമ്പൽ എന്ന് പറയുമ്പോൾ ഇത് ലൈറ്റ് ആണ്. ലൈറ്റ് ഇങ്ങോട്ട് വരുന്നു, ഡയോഡിൽ ജംഗ്ഷനിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. സാധാരണ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിമ്പൽ പോലെ തന്നെ. ദെൻ ഫോട്ടോ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് കോൺഫിഗറേഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് പി ടു നെഗറ്റീവ്, എൻ ടു പോസിറ്റീവ്. ഇപ്പൊ നോർമലി ഇതുവഴി ഒരു കറണ്ട് ഒഴുകും. ഏത് കറണ്ട്? റിവേഴ്സ് കറണ്ട് ഒഴുകും. ഇപ്പൊ നോർമലി ഇതുവഴി ഒഴുകുന്ന കറണ്ട് എന്ന് പറയുന്നത് റിവേഴ്സ് കറണ്ട് ആണ്. അത് മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും ഒഴുകുന്നത്. അതിന് കാരണം എന്താണ്? ഈ പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ എന്തുണ്ട്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഉണ്ട്. ആൻഡ് ദേ ആർ തെർമലി ജനറേറ്റഡ്. മൈനോറിറ്റി കാരിയേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡോപ്പിംഗ് വഴിയാണോ? അല്ല, ദേ ആർ തെർമലി ജനറേറ്റഡ് ആണ് ഈ മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്. അതാണ് തെർമലി ജനറേറ്റഡ് മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുവാണെങ്കിൽ അതിന്റെ വാലൻസ് ബാൻഡിൽ അതുപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. വാലൻസ് ബാൻഡിൽ ഹോൾസ് ഉണ്ട്. ഈ വാലൻസ് ബാൻഡിൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട എന്തുകൊണ്ടാണ്? അവിടെ ഉള്ള ഇലക്ട്രോൺസ് തെർമൽ ഹീറ്റ് വഴി എങ്ങോട്ട് പോകുന്നു? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു. അങ്ങനെയാണ് എന്ത് ജനറേറ്റ് ചെയ്തത്? മൈനോറിറ്റി കാരിയേഴ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് തെർമലി ജനറേറ്റഡ് മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ലൈറ്റ് ഇവിടെ അടിക്കുമ്പോൾ, ലൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ലൈറ്റ് ഈ ജംഗ്ഷനിലേക്ക് അടിക്കുമ്പോൾ ഉടനെ എന്താണ് സംഭവിക്കുന്നത്? ലൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ലൈറ്റിന്റെ രണ്ട് നേച്ചറുണ്ട്. വേവ് നേച്ചറും ഉണ്ട്, അതുപോലെ പാർട്ടിക്കിൾ നേച്ചറുണ്ട്. പാർട്ടിക്കിൾ നേച്ചർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോൺസ് ആണ്, അല്ലേ? അപ്പോൾ ഫോട്ടോൺസ് എന്ന് പറയുന്നത് അതിന് എനർജി ഉണ്ട്. ആ എനർജി ഈ ജംഗ്ഷനിൽ ചെന്നിടിക്കുമ്പോൾ ഉടനെ എന്താ സംഭവിക്കുന്നത്? ആ എനർജി ഈ ജംഗ്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് മൈനോറിറ്റി കാരിയേഴ്സിന്റെ എണ്ണം അവിടെ കൂടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? റിവേഴ്സ് കറണ്ട് കൂടുന്നു. അപ്പൊ ലൈറ്റ് കൂടുതൽ അടിക്കുന്നതിന് അനുസരിച്ച് ഇവിടെ എന്ത് പറ്റും? കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ലൈറ്റ് ഇല്ല എന്ന് വിചാരിക്കുക. അപ്പൊ പി എൻ ജംഗ്ഷൻ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പി ടു നെഗറ്റീവ്, എൻ ടു പോസിറ്റീവ്. ഇതൊരു കറണ്ട് നോർമൽ കേസിൽ ഒഴുകാൻ പാടില്ല, കാരണം തീരെ കുറവായിരിക്കും. അങ്ങനെ ഒഴുകാൻ കാരണം ആരാണ്? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. അവ കാരണം ഒഴുകും. അതിന് വിളിക്കുന്ന പേരാണ് ഡാർക്ക് കറണ്ട്. അതായത് ഇവിടെ ലൈറ്റ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ, ഈ ലൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ലൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നെങ്കിൽ എന്താ പറയുന്നത്? 100,000 FC, 2000 FC, 3000 FC, 4000 FC ലൈറ്റ് കൂടുന്നതിനനുസരിച്ച് അതുവഴി ഒഴുകുന്ന കറണ്ട് എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഈ ഡാർക്ക് കറണ്ടിന്റെ മൊമെന്റിൽ ഇത്രേ ഉള്ളായിരുന്നു കറണ്ട്. ദെൻ 1000 FC, ഫുഡ് കാൻഡിൽ എന്ന് പറഞ്ഞ യൂണിറ്റ് ഓഫ് ലൂമിനസൻസ് ആണത്. അങ്ങനെ ലൈറ്റ് ഇലൂമിനേഷൻ കൂടുന്നതിനനുസരിച്ച് കറണ്ട് എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഇനി ഡാർക്ക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലൈറ്റ് ഇല്ലാത്ത സമയത്തെ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് VR എന്ന് പറയുന്നത്. ആ സമയത്ത് ഇതുവഴി ഒഴുകുന്ന കറണ്ട് ആണ് IR. അപ്പൊ VR/IR ആണ് എന്ത്? ഡാർക്ക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ലൈറ്റ് ഇൻസിഡന്റ് ഇല്ലാത്ത സമയത്ത് റെസിസ്റ്റൻസ് ആണ് ഡാർക്ക് റെസിസ്റ്റൻസ്. ഇനി ലൈറ്റ് വന്ന് വീഴുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫോട്ടോൺസ് ഈ ആറ്റത്തിലേക്ക് എനർജി വരുന്നു. അതെന്ത് ചെയ്യുന്നു? കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ഹോൾസ് വരുന്നു. അങ്ങനെ അഡീഷണൽ ഫ്രീ ഇലക്ട്രോൺസും അഡീഷണൽ ഫ്രീ ഹോൾസും കാരണം അവിടെ റിവേഴ്സ് കറണ്ട് കൂടുന്നു. ദെൻ സാച്ചുറേഷൻ കറണ്ട്, അതായത് മാക്സിമം എത്തിപ്പെടാവുന്ന കറണ്ടിന് പറയുന്ന പേരാണ്, അതായത് റിവേഴ്സ് കറണ്ടിന് മാക്സിമം എത്തിപ്പെടാവുന്ന കറണ്ടിന് പറയുന്ന പേരാണ് സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ദെൻ റിവേഴ്സ് കറണ്ടും ലൂമിനേസൻസും, ഇതാണ് ലൂമിനസെൻസ് ആക്സിസ്, ഇത് റിവേഴ്സ് കറണ്ട്. അപ്പൊ ലൂമിനസെൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 1000 FC എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ഇലൂമിനേഷൻ കൂടുന്നതിനനുസരിച്ച് എന്തു പറ്റും? റിവേഴ്സ് കറണ്ടും കൂടിക്കൊണ്ടുവരും. അപ്പൊ നമുക്കിതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. IR = ME എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് M = IR/E എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സെൻസിറ്റിവിറ്റി ഓഫ് ദ ഫോട്ടോ ഡയോഡ്. അതാണ് ഫോട്ടോ ഡയോഡിന്റെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. Then next diode is varactor diode. Varactor ഡയോഡും ഫോട്ടോ ഡയോഡ് പോലെ തന്നെയാണ്. റിവേഴ്സ് ബയാസിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ആണ്.
ഡിപ്ലീഷൻ ലെയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉടനെ നമുക്കറിയാം അവിടെ ഒരു കപ്പാസിറ്റൻസ് ഫോം ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഡിപ്ലീഷൻ റീജിയനെ കുറിച്ച് എന്തറിയാം, ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇടയ്ക്ക് ഫ്രീ കാരിയേഴ്സും ഫ്രീ ഹോൾസും പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ എന്ത് സംഭവിക്കുന്നു, പി ടൈപ്പില് നെഗറ്റീവ് ആയിട്ടുള്ള അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിയും ഡോണർ ഇമ്പ്യൂരിറ്റി പോസിറ്റീവ് ആണ്. അത് രണ്ടും കൂടെ എന്ത് ചെയ്യുന്നു, ഒരു നെഗറ്റീവ് പ്ലേറ്റും ഒരു പോസിറ്റീവ് പ്ലേറ്റും പോലെ ആക്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് അവിടെ എന്താ, ഒരു കപ്പാസിറ്റൻസ് ഫോം ചെയ്യുന്നു. അപ്പം വാരാക്ടർ ഡയോഡിന്റെ മറ്റു പേരുകളാണ് വേരിക്യാപ് ഡയോഡ്, വോട്ട് ക്യാപ് ഡയോഡ്, ട്യൂണിംഗ് ഡയോഡ് എന്നൊക്കെ പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് വേരിയബിൾ കപ്പാസിറ്റർ, അതായത് വോൾട്ടേജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് അതിന്റെ കപ്പാസിറ്റൻസ് വേരി ചെയ്യും. അങ്ങനെയാണ് വാരാക്ടർ ഡയോഡിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഡിപ്ലീഷൻ റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്ന ഡിപ്ലീഷൻ റീജിയൻ അത് പി ടൈപ്പിലാണെങ്കിൽ ഏത് ഇമ്പ്യൂരിറ്റിയാണ്, ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിയും, എൻ ടൈപ്പിൽ ഏതാണ്, ഡോണർ ഇമ്പ്യൂരിറ്റിയും ആണ്. അപ്പം ഡോണർ ഇമ്പ്യൂരിറ്റിയുടെ ചാർജ് എന്തായിരുന്നു, പ്ലസും അതിന്റെ ഇലക്ട്രോണും കൂടെ ചേരുമ്പോഴാണ് ന്യൂട്രൽ ആവുന്നത്. അപ്പോൾ പ്ലസും ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിയുടെ മൈനസും, അപ്പോൾ ആ മൈനസ് എന്നുള്ള പ്ലേറ്റും പ്ലസ് എന്നുള്ള പ്ലേറ്റും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്സ് ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പം ഇതാണെന്ന് വിചാരിക്കുക. അപ്പം ഈ പി ടൈപ്പിലുള്ള ഹോൾസിനെ ആണെന്നുണ്ടെങ്കിൽ പോയി, അതേപോലെ തന്നെ ഇവിടുത്തെ ഇലക്ട്രോൺസും റീകമ്പൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഇവിടുത്തെ ഹോൾസ് ആണ് പോയത്, ഒരു പോസിറ്റീവ് ആണ് പോയത്, അപ്പൊ ഇവിടെ നെഗറ്റീവ് വന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ ഇലക്ട്രോൺസ് ആണ് പോയത്, നെഗറ്റീവ് ആണ് പോയത്, അപ്പൊ ഇവിടുത്തെ പോസിറ്റീവ് വന്നു. അപ്പൊ ഇവിടെ ഒരു പോസിറ്റീവ് പ്ലേറ്റും ഒരു നെഗറ്റീവ് പ്ലേറ്റുമായിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. അപ്പം ഇതിനിടയ്ക്കുള്ള ഈ ഒരു ഇതിനാണ് അതിന്റെ ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് റിവേഴ്സ് വോൾട്ടേജ് കൂട്ടിയെന്ന് വിചാരിക്കുക. റിവേഴ്സ് ബയാസിങ് കൂട്ടുമ്പോൾ ഉടനെ ഈ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടും. ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടുക എന്ന് പറയുമ്പോൾ കപ്പാസിറ്റൻസിന് അനുസരിച്ച് എന്താണ് ഇവിടെ മാറുന്നത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണോ, അതായത് ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു. അതായത് ഇപ്പൊ ഈ മൊമെന്റിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ബയാസിങ് കൂട്ടിയപ്പോൾ എന്ത് പറ്റും, ഈ ഒരു പോയിന്റിലേക്ക് വരും അല്ലേ. അപ്പൊ എന്താ ചെയ്യുന്നത്, ഈ ഒരു ഡിസ്റ്റൻസ് കൂടിയെങ്കിൽ എന്താ സംഭവിക്കുന്നത്, കപ്പാസിറ്റൻസ് കുറയുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്, റിവേഴ്സ് വോൾട്ടേജ് കൂട്ടിയപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് കൂടി, അപ്പൊ കപ്പാസിറ്റൻസ് എന്ത് ചെയ്തു, കുറഞ്ഞു. ദെൻ വി ആർ എന്ത് ചെയ്തു, കുറച്ചു. അപ്പൊ ഡിപ്ലീഷൻ ലെയർ കുറച്ച് ചെറുതായി, നാരോ ഡൗൺ ആയി. അപ്പൊ എന്താ പറ്റിയ, കപ്പാസിറ്റൻസ് കൂടും. അപ്പൊ എന്തു മനസ്സിലായി, വോൾട്ടേജ് വേരി ചെയ്യുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസിന് വേരിയേഷൻസ് സംഭവിച്ചു. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇവിടെ കപ്പാസിറ്റൻസ് എന്ത് ചെയ്തു, കപ്പാസിറ്റൻസ് റിവേഴ്സ് വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരികയാണ്. അതാണ് ഈ ഒരു മൊമെന്റിൽ നല്ല കപ്പാസിറ്റൻസ് ഉണ്ട്, അതിനുശേഷം റിവേഴ്സ് വോൾട്ടേജ് കൂട്ടുകയാണ്. റിവേഴ്സ് വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് കുറഞ്ഞു വരുന്നു. ഓക്കെ, ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വാരാക്ടർ ഡയോഡിനെ അഫക്ട് ചെയ്യുന്നത്. ഒന്നാമത്തേത് അതിന്റെ മെത്തേഡ് ഓഫ് ഡോപ്പിംഗ്. ഡിപ്ലീഷൻ ലെയർ അവിടെ ഏത് ഡോപ്പിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡയോഡ് കൺസ്ട്രക്ഷന്റെ സൈസും ജിയോമെട്രി. രണ്ട് തരത്തിലുള്ള വാരാക്ടർ ഡയോഡ്സ് ഉണ്ട്. അബ്രപ്റ്റ് ജംഗ്ഷൻ ഡയോഡും ഉണ്ട്, ഹൈപ്പർ അബ്രപ്റ്റ് ജംഗ്ഷൻ ഡയോഡും ഉണ്ട്. എന്താണ് അബ്രപ്റ്റ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, അബ്രപ്റ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡോപ്പിംഗ് ലെവലാന്ന് വിചാരിക്കുക, പി ടൈപ്പിന്റെ എൻ ടൈപ്പിന് യൂണിഫോം ആയിട്ടിരിക്കും. എത്ര ജംഗ്ഷനിൽ നിന്ന് എത്ര ദൂരം മാറിയാലും അതിന്റെ ഡോപ്പിംഗ് എന്ന് പറയുന്നത് യൂണിഫോം ഡോപ്പിംഗ് ആയിരിക്കും. ഇങ്ങനെയുള്ള ജംഗ്ഷൻ ഡയോഡ്സ് ആണ് അബ്രപ്റ്റ് ജംഗ്ഷൻ ഡയോഡ്സ്. നോർമൽ പി എൻ ജംഗ്ഷൻ അങ്ങനത്തേതാണ്. അവിടുത്തെ കപ്പാസിറ്റൻസിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് 4:1 ആണ്. അതായത് മാക്സിമം കപ്പാസിറ്റൻസ് 100 പൈക്കോഫാരഡ് ആണെങ്കിൽ അതിന്റെ 4/1 മാത്രമേ മിനിമം കപ്പാസിറ്റൻസ് ഉള്ളൂ, 25 പൈക്കോഫാരഡ്. അപ്പൊ ഇതാണ് അബ്രപ്റ്റ് ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന വാരാക്ടർ ഡയോഡിൽ കാണില്ല. നോർമൽ പി എൻ ജംഗ്ഷന്റെ ഒക്കെ കപ്പാസിറ്റൻസ് ഈ ഒരു രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഡോപ്പിംഗ് ലെവൽ ഈ ഒരു രീതിയായിരിക്കും. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 4:1 റേഷ്യോ ആയിരിക്കും ഉള്ളത്. ദെൻ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ യൂണിഫോം ഡോപ്പിംഗ് ആണെന്ന് വിചാരിക്കുക. അതായത് ഇതാണ് ജംഗ്ഷൻ എന്ന് വിചാരിക്കുക. ജംഗ്ഷനിൽ നിന്ന് മാറും തോറും എന്ത് സംഭവിക്കുന്നു, അതിന്റെ ഡോപ്പിംഗ് ലെവൽ കുറഞ്ഞു വരികയാണെന്ന് വിചാരിക്കുക. അതായത് ജംഗ്ഷനിൽ മാത്രം ഹൈ ഡോപ്പിംഗ്, ജംഗ്ഷനിൽ നിന്ന് മാറി ഡോപ്പിംഗ് എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ട്യൂണിംഗ് റേഞ്ച് എന്ന് പറയുന്നത് 10:1 ആണ്. അതായത് നേരത്തെ കേസിൽ എന്തായിരുന്നു, 25 പൈക്കോഫാരഡ് തൊട്ട് 100 പൈക്കോഫാരഡ് വരെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു 10 പൈക്കോഫാരഡ് തൊട്ട് 100 പൈക്കോഫാരഡ് വരെ നമുക്ക് ട്യൂൺ ചെയ്യാനായിട്ട് വരും. അപ്പൊ ട്യൂണിങ് എന്ത് ചെയ്തു, കൂടി. നമുക്ക് കൂടുതൽ റേഞ്ച് നമുക്ക് ട്യൂൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് ഹൈപ്പർ അബ്രപ്റ്റ് ജംഗ്ഷൻ ഡയോഡ്സിന്റെ പ്രത്യേകത.
ദെൻ ഇതാണ് വരാക്ടർ ഡയോഡിന്റെ സിമ്പല്, ഒരു ഡയോഡ്, ദെൻ കൂടാതെ ഒരു കപ്പാസിറ്ററും കൂടെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ഇക്വലന്റ് സർക്യൂട്ട്, ഒരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും കൂടെ ചേർന്നതാണ്. നമുക്കറിയാം ഇതിന് ബയാസ് ചെയ്യുമ്പോൾ എന്തുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതാണ് ഈ റെസിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നത്. ദെൻ ഒരു കപ്പാസിറ്റൻസും. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് വരാക്ടർ ഡയോഡ്. വരാക്ടർ ഡയോഡാണ് നോർമലി നമ്മൾ ഈ റേഡിയോയിലും ടി വിയിലും റിസീവേഴ്സിലും ഒക്കെ കപ്പാസിറ്റർ വേരി ചെയ്തിട്ട് ഫ്രീക്വൻസി വേരി ചെയ്യേണ്ട കേസസ് ഉണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു AM ഫ്രീക്വൻസി 550 കിലോഹെർട്സ് എന്ന് പറയുന്ന ഇപ്പം ഒരു AM ഫ്രീക്വൻസി എന്ന് വിചാരിക്കുക, അതിൽ നിന്ന് എനിക്ക് വേറൊരു ഫ്രീക്വൻസിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് ഒരു ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഒരു ട്യൂണിങ് സർക്യൂട്ട് വഴിയാണ്. അതിലെ കപ്പാസിറ്റർ എന്തായിരിക്കും, വേരിയബിൾ കപ്പാസിറ്റർ ആയിരിക്കും. അതിന് യൂസ് ചെയ്യുന്നത് ഈ വരാക്ടർ ഡയോഡ് ആയിരിക്കും. അപ്പോൾ ആ വരാക്ടർ ഡയോഡ് ഞാൻ വേരി ചെയ്യുമ്പോൾ ഉടനെ എന്താ സംഭവിക്കുന്നത്, അവിടെ ഫ്രീക്വൻസി നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഈ വരാക്ടർ ഡയോഡിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് വേരി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവിടുത്തെ വോൾട്ടേജിന് വേരിയേഷൻസ് വരുത്തിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്തോളും, ഈ വരാക്ടർ ഡയോഡിന്റെ കപ്പാസിറ്റൻസിന് വേരിയേഷൻസ് വന്നോളും. ഇതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. സോ താങ്ക് യു, സ്റ്റേ ഹാപ്പി. We will discuss more about light emitting diode in the next class. So thank you.